السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العظيم. അത്യാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, സഹോദരി സഹോദരന്മാർ, അൽ മുജമ്മഉൽ ഇസ്ലാമി ഒരു വിദ്യാഭ്യാസ ജീവകാരുണ്യ സാമൂഹ്യ പരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹത്തായ സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിൽ, സംസ്ഥാപനത്തിൽ ഏറ്റവും വലിയ നേതൃത്വം നൽകിയ ഒരു മഹാപണ്ഡിതനെ ഓർക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹാനായ നൂറുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു വറഫഅ ദറജതഹു, അവരോടുള്ള ആദരവും സ്നേഹവുമാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. സി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, അവരോടുള്ള സ്നേഹമാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്, ഈ എല്ലാവരെയും എത്തിച്ചിട്ടുള്ളത്. ഈ ഒരു സ്ഥാപനം ഈ നാടിന് നൽകിയിട്ടുള്ള വെളിച്ചം എത്രയാണ് എന്ന് ഇവിടെ പഠിച്ചു വളർന്ന് പണ്ഡിതന്മാരായി തീർന്നവർ, ഇവിടെ പഠിച്ചു വളർന്ന് ഡോക്ടറും എഞ്ചിനീയറുമായവർ, കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അവരെല്ലാം ഓർക്കുന്ന ഒരു കാര്യം, ആ കുട്ടിക്കാലത്ത് മുജമ്മഇൽ പഠിച്ചതുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നതാണ്. പഠനകാലത്ത് ഏറ്റവും കൂടുതൽ കുരുത്തക്കേടുള്ള, അനുസരണക്കേട് കാണിക്കുന്ന, ചിലപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് പുറത്താകുന്ന വിദ്യാർത്ഥികൾ വലുതാകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണത്. അന്ന് അവിടെ പഠിച്ചിരുന്നത് കൊണ്ട് ഇപ്പോൾ 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ട്. ചിലർ പറയും ജമാഅത്തല്ലാതെ നിസ്കരിക്കാൻ കഴിയുന്നില്ല, ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്ന്. ഓരോ നാട്ടിലും ഒരു ദീനീ സ്ഥാപനം നൽകുന്ന അതിൻ്റെ നേട്ടം എന്താണ് എന്ന് മനസ്സിലാകുന്നത് അതില്ലാതാകുന്ന ഒരു കാലത്ത് മാത്രമാണ്. ബഹുമാന്യരായ അബ്ദുൽ വഹാബ് സാഹബ് പങ്കുവെച്ചു, ഈ വർഷവും സഅദിയയുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ തേടി വന്ന 200ഓളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഒരു നാടിനോട്, ആ വിദ്യാലയത്തോട്, ആ നാട്ടിലെ കുട്ടികളും രക്ഷിതാക്കളും കാണിക്കുന്ന ഒരു സ്നേഹവും ബന്ധവും, അത് അവരുടെ മനസ്സിൽ ആ സ്ഥാപനത്തിന് കൊടുക്കുന്ന സ്ഥാനമാണ് അറിയിക്കുന്നത്. ഉലമാഇന്റെ വിയോഗം നാടിൻ്റെ വിയോഗമാണ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്നാണ്. പണ്ഡിതന്റെ മരണം അത് ലോകത്തിൻ്റെ മരണമാണ്. ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നാഗരികതയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മരണമാണ്. ആളുകൾ മരിച്ചുകൊണ്ടിരിക്കും. ആളുകൾ മരിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കുന്നത് അവരുടെ അറിവുകൾ ഇവിടെ ജീവിക്കുമ്പോഴാണ്. അതാണ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഇദാ മാതൽ ഇൻസാനു ഖതഅ അൻഹു അമലു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിശ്ചലമായി കഴിഞ്ഞു. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ മരിക്കുന്നില്ല. ആള് മരിച്ചാലും 3 കാര്യങ്ങൾ മരിക്കുന്നില്ല, അത് തുടരുക തന്നെ ചെയ്യും. അത് നല്ല മക്കളാണ്, ഉപകാരപ്പെടുന്ന മക്കളാണ്, നന്മ ചെയ്യുന്ന മക്കളാണ്, ജാരിയായ സ്വതക്കയാണ്. ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരം ചെയ്യുന്ന അറിവുകളാണ്. ഉപകാരം ചെയ്യുന്ന അറിവൊരാൾ പഠിപ്പിച്ചാൽ ആ അറിവ് കിട്ടിയവർ അവരിൽ നിന്ന് അടുത്ത ആളിലേക്ക് അങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കും. ഒരധ്യാപകനായിട്ട് മാത്രമല്ല പകർന്നു കൊടുക്കുന്നത്, തൻ്റെ ജീവിതത്തിലൂടെയും സംസാരങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും ഒക്കെ പകർന്നു കൊടുക്കും. ആ അറിവ് ജീവിക്കുന്ന കാലത്തോളം ഈ മനുഷ്യൻ മരിക്കുന്നില്ല, ആ മനുഷ്യൻ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ നിന്ന് ഞങ്ങൾ 17 പേർ ഒന്നിച്ച് മഹാരാഷ്ട്രയിലെ കോക്കൺ പ്രദേശത്ത് ഒരു പര്യടനം നടത്തി. രത്നഗിരിയിൽ നിന്ന് ഖേഡ്, മാൻഗാവ്, ജഞ്ചീറ, അലിബാഗ് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം കറങ്ങി അവിടുന്ന് ബോട്ട് കയറിയിട്ട് ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ ഒരു ദിവസം കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വന്നു. കൊഹ്കുൻ, അതാണ് കോക്കൺ എന്ന് പറയുന്നത്. കൊഹ്കുൻ എന്ന് പറഞ്ഞാൽ മലബാരി എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെയുള്ള നാട്ടുകാർ ഷാഫിഈ മദ്ഹബുകാരാണ്. ഗുജറാത്തിൻ്റെ തെക്കേ അറ്റം മുതൽ അങ്ങ് കന്യാകുമാരി വരെയും അവിടുന്ന് വടക്കോട്ട് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരപ്രദേശം തഞ്ചാവൂര് വരെയും ഷാഫിഈ മദ്ഹബുകാരാണ്. പഴയകാലത്ത് വലിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്ന കായൽപട്ടണ, കണ്ണൂർ, മൗലൽ ബുഖാരി തങ്ങളുടെ കേന്ദ്രം, അതുപോലെ കർണാടകയിലെ ബട്കൽ, മഖ്ദൂം ഇസ്മായിൽ ഷാ അവറുകളുടെ കേന്ദ്രം, ഈ 3 പ്രദേശങ്ങളും വലിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു. കടൽ യാത്രയാണ് അക്കാലത്തെ മുഖ്യമായ യാത്ര. ആ കടലിലൂടെ ബന്ധിച്ചുകൊണ്ട് കായൽപട്ടണവും കണ്ണൂരും ബട്കലും തമ്മിലുള്ള ബന്ധമാണ് ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ അറിവിൻ്റെ ജ്യോതിസുകൾ വളർത്തിയതിൻ്റെ കാരണം. ബട്കലിലെ മഖ്ദൂം ഷാ മുഹായിമി അവറുകളുടെ ഗുരുവര്യർ ബോംബെയിലെ മഖ്ദൂം മുഹായിമി മാഹിം ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ. അവരാണ് ബോംബെ എന്ന് പറയുന്ന പ്രദേശവും കോക്കൺ മൊത്തവും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മഹാപണ്ഡിതൻ. 20 ഗ്രന്ഥങ്ങൾ ഷാഫിഈ ഫിഖ്ഹിൽ മാത്രം മഹാനവകൾ രചിച്ചിട്ടുണ്ട്. അവരുടെ തഫ്സീർ ഇബ്നു അറബിയുടെ തഫ്സീറിനോട് സമാനമാണ്. അതുകൊണ്ട് ഇബ്നു അറബി സാനി എന്ന് മഹാനവറുകളെ ചരിത്രം വിളിക്കാറുണ്ട്. ആ കോങ്കൺ പ്രദേശത്ത് ഇന്ന് കാണുന്നൊരവസ്ഥ, ദീനുൽ ഇസ്ലാം മരിച്ചുപോയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ആലിമീങ്ങളില്ല. അവിടുത്തെ മസ്ജിദുകളിൽ ഇമാമത്ത് നിൽക്കാനും കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ആളില്ലാത്തതിൻ്റെ പേരിൽ യുപിയിൽ നിന്നും ബീഹാറിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആളുകളാണ് അവിടുത്തെ 75% മഹല്ലുകളിലും ഉള്ളത്. അതുകൊണ്ട് ആ നാട്ടുകാർ നൂറ്റാണ്ടുകളായി പഠിച്ച് ആചരിച്ചു വന്നിരുന്ന വിശ്വാസവും ആചാരവും ഓരോന്നോരോന്നായി ഇല്ലാതാവുകയും മരിച്ചു പോവുകയും ഇന്ന് അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് മദ്ഹബ്, എന്താണ് അവരുടെ നിസ്കാരത്തിൻ്റെ ശൈലി ഒന്നും അറിയില്ല. ഓരോ പള്ളിയിലും ഓരോ ശൈലിയിലുണ്ടാകും. നമ്മുടെ നാട്ടിലും ഇന്ന് പള്ളികളിൽ വാങ്ക് കൊടുക്കാനും മറ്റുമൊക്കെ ബംഗാളികളെ ഇറക്കി തുടക്കിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് പോയാൽ അത് കൂടുതലാണ്. വടക്കൻ കേരളത്തിൽ സുന്നികളുടെ മസ്ജിദുകളിലേക്ക് വന്നിട്ടില്ല. മറ്റുള്ളവരുടെ പള്ളികളൊക്കെ ബംഗാളികളാണ് വാങ്ക് കൊടുക്കാനും ഇമാമത്തിനും വരുന്നത്. ബംഗാളികൾ മോശമായതുകൊണ്ടല്ല,
ബംഗാളികളാകുന്ന അറിവുള്ള പണ്ഡിതന്മാരല്ല, മുറിവൈദ്യന്മാരായ അറിവ് കുറഞ്ഞ ആളുകളെയാണ് പല സ്ഥലങ്ങളിലും നിർത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ആ നാട് ഇല്ലാതാകും. അപ്പോൾ ഇൽമിയായ കൈമാറ്റം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ മസ്ജിദിൽ ആരംഭിച്ച അസ്സുഫ, ആ സുഫയിൽ ഇരുന്നു കൊണ്ട് താമസിച്ചുകൊണ്ട് പഠിച്ചിരുന്ന സ്വഹാബത്ത് 40-80 ആളുകൾ. ഇന്ന് നമുക്ക് പോയാൽ ആ സുഫയുടെ തിണ്ണ കാണാമല്ലോ, അവിടെ താമസിച്ചിരുന്നതാണ് അവർ. അയൽവാസികൾ ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ അത് കഴിക്കും. പലപ്പോഴും പട്ടിണിയായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആളുകൾ പറയും അക്സർ അബൂ ഹുറൈറ, അക്സർ അബൂ ഹുറൈറ. അബൂ ഹുറൈറ വല്ലാതെ റിവായത്തുകളുടെ എണ്ണം കൂട്ടി എല്ലാറ്റിനും റിവായത്ത് ഇങ്ങനെ പറയുന്നു. ഞാൻ വെറുതെ പറയുകയല്ല, കുന്തു അക്കുലുൽ ജൂഅ വഉതാബിഉ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശപ്പ് തിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു രാവും പകലും. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ റിവായത്തുകൾ ചെയ്യാൻ കഴിഞ്ഞത് എന്ന്. വിശപ്പാണ് തിന്നിരുന്നത്. ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വളരെ പരവശനായി കിടക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നുപോയപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഅലൈക്കും അസ്സലാം. പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു, അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി ഇത് സാധാരണ സലാമല്ല, വിശന്നിട്ടുള്ള സലാമാണ്. അങ്ങനെ നബി തങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ ഹദിയയായി വന്നിട്ടുള്ള പാല് കുടിപ്പിച്ചു. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിവരമറിഞ്ഞപ്പോൾ വല്ലാതെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ സലാം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ, ആ വിശക്കുന്ന വിശപ്പ് മാറ്റാൻ എനിക്കൊരവസരം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവർകൾ കരഞ്ഞു. റസൂലുള്ളാഹി തങ്ങളുടെ മസ്ജിദിൽ താമസിച്ചു പഠിച്ചിരുന്ന മുതഅല്ലിമുകൾ, അവരാണ് ലോകത്ത് മുഴുവനും അറിവിൻ്റെ വിളക്കുമാടവുമായി സഞ്ചരിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ മുഹാജിറുകൾ കച്ചവടക്കാരാണ്, അൻസാറുകൾ കർഷകരാണ്, ഞങ്ങൾക്ക് എല്ലാ ദിവസവും ദർസിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ അയൽവാസിയായ അൻസാരിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിലെത്തി. ഒരു ദിവസം ഞാൻ ദർസിൽ പോകും, ഒരു ദിവസം അദ്ദേഹം പോകും. വൈകുന്നേരം വന്ന് രണ്ടാളും ഇൽമ് പരസ്പരം ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഓതിപ്പടിച്ചിരുന്നത്. സ്ഥിരമായി ഓതിപ്പടിച്ചിരുന്നവരും ആഴ്ചയിൽ ദർസിന് വന്നിരുന്നവരും മറ്റുമൊക്കെയായി അറിവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇന്ന് ഇന്ത്യയിൽ ഇന്ന് ഒരു വായനാ ദിനമാണ്. വായനാ ദിനം എന്ന് പറഞ്ഞ് ഇവിടെ ആചരിക്കുന്നത് ലൈബ്രറികൾ സ്ഥാപിക്കാൻ വേണ്ടി ഒരാളിങ്ങനെ നട്ടോട്ടമോടി അദ്ദേഹം നടന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. നല്ല കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഈ ലൈബ്രറി പ്രചാരണമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ആലിമീങ്ങൾ ഇഖ്റ എന്ന് പറയുന്ന ഖുർആന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രവർത്തിച്ചിരുന്നു. മലയാളത്തിന് അക്ഷരമില്ലാത്തൊരു കാലത്ത് അറബി അക്ഷരം കൊണ്ട് ഞങ്ങൾ എഴുതും എന്ന് പറഞ്ഞ് അറബി അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് മലയാളം എഴുതി. അതാണ് അറബി മലയാളം എന്ന് പറയുന്നത്. ഞ, ണ, പ, ഡ പോലുള്ള അക്ഷരങ്ങൾക്ക് അറബിയിൽ പുള്ളികൾ ചേർത്ത് താഴെയും മേലെയും ചേർത്തുകൊണ്ട് വേറെ അക്ഷരം ഉണ്ടാക്കി. ഈ അക്ഷരം കൊണ്ടാണ് മലയാളി സമൂഹത്തിന് ഇവിടുത്തെ ആലിമീങ്ങൾ അറിവ് പഠിപ്പിച്ചത്. മുഹീദ്ദീൻ മാലയും റിഫായി റാത്തീബും മങ്കൂസ് മൗലിദും അങ്ങനെയുള്ള അറബിയിലും മലയാളത്തിലും ഉള്ള കവിതകളും രചനകളും മാത്രമായിരുന്നില്ല. അന്നത്തെ ആലിമീങ്ങൾ
രചിച്ച ഗ്രന്ഥങ്ങൾ 1000-ലധികം ഗ്രന്ഥങ്ങൾ ഇന്ന് ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട്. ബ്രിട്ടീഷുകാരൻ എടുത്തുകൊണ്ട് പോയത് ഇത് വായിച്ച് പഠിച്ച് നന്നാകാൻ വേണ്ടിയല്ല, കേരളക്കാരൻ ഇത് വായിച്ച് നന്നാകരുത് എന്ന് കരുതിയിട്ടാ. 6000 പേജുള്ളൊരു പുസ്തകം, ആ 12 വോള്യങ്ങളിലായി, 500 പേജ് വീതമുള്ള 12 വോള്യങ്ങളിലായി 6000 പേജുള്ളൊരു പുസ്തകം. അത് കേരളത്തിൻ്റെ ബോട്ടണിയാണ്. കേരളത്തിലെ മുഴുവൻ ചെടികളുടെയും ചിത്രം വരച്ചുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് എഴുതിയ പുസ്തകമാണ് ഒന്ന്. 1000 ഔഷധച്ചെടികളുടെ ചിത്രം വരച്ച് 5 ഭാഷയിൽ അറബി അക്ഷരം കൊണ്ട് എഴുതി വെച്ച പുസ്തകം, കിടങ്ങ ഇബ്രാഹിം മുസ്ലിയാർ എഴുതിയ പുസ്തകം. അറബി മലയാളത്തിൽ കണക്ക് പഠിപ്പിക്കുന്ന പുസ്തകം, ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം, വാനശാസ്ത്രം എല്ലാം അന്ന് പഠിപ്പിച്ചിരുന്നു. ലൈബ്രറി സയൻസ് ഫതുഹുൽ മുഈനിലൂടെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ് കേരളത്തിന് ആദ്യമായി പഠിപ്പിക്കുന്നത്. ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കേണ്ട രീതി, വഖഫ് ചെയ്ത ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കേണ്ട രീതി, അത് പുറത്തു കൊണ്ടുപോകുന്നതിൻ്റെയും വായിക്കുന്നതിൻ്റെയും വിധികൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഇഖ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാശയം, ഖുർആൻ ഒരു വേദഗ്രന്ഥം ഇറങ്ങുന്നത് ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഖുർആൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ആശയം നെഞ്ചേറ്റിയിട്ടാണ് സ്വഹാബത്ത് വന്ന് നബി തങ്ങളുടെ അടുത്ത് പഠിക്കുന്നത്. ഓതാൻ വരാൻ കഴിയാത്ത കച്ചവടക്കാരും കർഷകനും ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ വന്നുകൊണ്ട് പഠിക്കുന്നത്. അങ്ങനെയാണ് പിന്നീട് കൂഫയിലേക്കും ബസറയിലേക്കും അതുപോലെ ഖൈറോവിലേക്കും അന്തലുസും തുനീഷ്യയും ഖൈറുവാനും എല്ലാം ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വലിയ കേന്ദ്രങ്ങളായി മാറുന്നത്. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായി കണക്കാക്കുന്നത് ഇന്നത്തെ മൊറോക്കോയിലെ ഫാസ് നഗരത്തിലെ അൽ ഖറവിയീൻ എന്ന് പറഞ്ഞ ജുമാ മസ്ജിദാണ്. ജാമിഅത്തുൽ ഖറവിയീൻ, അൽ ഖറവിയീൻ യൂണിവേഴ്സിറ്റി, അതൊരു മസ്ജിദാണ്. ഇന്ന് കുറേ കെട്ടിടങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെയുണ്ട്. 1000 വർഷം മുമ്പുള്ള ആ മസ്ജിദ് ഇന്നും ഉണ്ട്. ആ മസ്ജിദിൻ്റെ തൂണുകളിൽ ചാരിയിരുന്ന് ഓരോ ഗുരുനാഥന്മാരും ഓരോ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നു. ആ മസ്ജിദിൽ അവിടെ ഫിഖ്ഹും അഖീദയും അഖ്ലാഖും താരീഖും തസവ്വുഫും വ്യാകരണവും ഗണിതശാസ്ത്രവും അങ്ങനെ കെമിസ്ട്രിയും എല്ലാം പള്ളിയിലാണ് പഠിപ്പിച്ചിരുന്നത്. അമുസ്ലിംകളായ ക്രിസ്ത്യാനികൾ ആ പള്ളിയുടെ ഓരത്ത് വന്നുകൊണ്ട് അവിടെ വെച്ചാണ് വിദ്യാഭ്യാസം നേടിയിരുന്നത്. അതിനുശേഷമാണ് അന്തലുസിൽ അതുപോലെയുള്ള പള്ളി ഉണ്ടാക്കി അവിടെയും വിദ്യാഭ്യാസം തുടങ്ങുന്നത്. ഖൈറുവാൻ എന്ന് പറഞ്ഞ പ്രദേശത്ത് അതാണ് സൈത്തൂന യൂണിവേഴ്സിറ്റിയായി മാറുന്നത്. ഖൈറോവിലെ ജാമിഉൽ അസ്ഹർ എന്ന് പറയുന്ന വലിയൊരു മസ്ജിദ്, അവിടെയാണ് ലോകപ്രശസ്ത പണ്ഡിതർ മുഴുവനും ഓതിപ്പടിച്ചത്. ആ മസ്ജിദാണ് പിന്നീട് ജാമിഅത്തുൽ അസ്ഹർ എന്ന പേരിൽ യൂണിവേഴ്സിറ്റിയായി പരിവർത്തിതമാകുന്നത്. ഇതൊക്കെ 1000 വർഷം പഴക്കമുള്ള യൂണിവേഴ്സിറ്റികളാ. അറിവ് പഠിപ്പിക്കാൻ ഉലമാക്കൾ സന്നദ്ധമാവുകയും അവരെ സഹായിക്കാൻ സമ്പന്നരായ ആളുകൾ സന്നദ്ധമാവുകയും ചെയ്തതിലൂടെയാണ് ലോകത്ത് ഈ അറിവുകൾ നിലനിന്നത്. അൽ ഖറവിയീൻ എന്ന് പറയുന്നത് ഫാത്തിമ ഫിഹ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി തൻ്റെ വാപ്പ മരിച്ചപ്പോൾ കിട്ടിയ അനന്തര സ്വത്ത് കൊണ്ടൊരു വലിയ പള്ളി അങ്ങുണ്ടാക്കി. അതിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഇബ്നു ഖൽദൂനെ പോലുള്ള വലിയ ആളുകൾ എല്ലാം അവിടെയാണ് പഠിച്ചത്. പണമുള്ളവർ ഉലമാക്കളോടൊപ്പം ചേർന്ന് സ്കോളേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്, പണ്ഡിതന്മാരും പണക്കാരും ഒത്തുചേർന്ന് നീങ്ങിയപ്പോഴാണ് ഈ അറിവ് ലോകത്ത് പ്രചരിച്ചത്. മക്ക മദീന പ്രദേശങ്ങൾ ഹജ്ജുകാലം അറിവിൻ്റെ കൈമാറ്റത്തിൻ്റെ വലിയൊരു കാലമായിരുന്നു അന്ന്. ഹജ്ജിന് പോയാൽ 6 മാസം അവിടെ തങ്ങും. ചിലർ ആ പോക്കിൽ 5-6 വർഷം അവിടെ നിൽക്കും. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മക്കത്ത് പോയി ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളെ കണ്ടു. 10 വർഷം അവിടെ തന്നെ ഇരുന്നങ്ങ് ഓതി. എന്നിട്ട് തിരിച്ചു വന്നു. അവരാണ് കേരളത്തിൽ ഇരുന്നു കൊണ്ട്
ജാവയിലും സുമാത്രയിലും ശ്രീലങ്കയിലും ഒക്കെയുള്ള ആളുകൾക്ക് അറിവ് പഠിപ്പിച്ചത്. അതുപോലെ അലി അഹമ്മദ് സഹാറമ്പൂരി എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിലൊരു പണ്ഡിതൻ മക്കയിൽ ചെന്ന് 10 വർഷക്കാലം നിന്നു, ഹദീസുകളെല്ലാം പഠിച്ചു വന്നു. ലോകത്ത് ആദ്യമായി ബുഖാരി അച്ചടിക്കുന്നത് ഡൽഹിയിലാണ്, ഹിജറ 1267. അതിനുശേഷം വീണ്ടും 10 വർഷം കഴിഞ്ഞിട്ടാണ് ഈജിപ്തിൽ ബുഖാരി അച്ചടിക്കുന്നത്. അപ്പൊ ലോകത്ത് വൈജ്ഞാനിക കൈമാറ്റത്തിന് മക്കയിലും മദീനയിലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 15-ാമത്തെ വയസ്സിൽ ഉമ്മയും സഹോദരനും ചേർന്ന് ഹജ്ജിന് വന്ന് ഹജ്ജ് കഴിഞ്ഞ് ഉമ്മയെയും സഹോദരനെയും തിരിച്ചയച്ചു. ബുഖാരി ഇമാം അവിടെ തന്നെ നിന്നു. മക്കയിൽ വന്ന എല്ലാ ആലിമീങ്ങളെയും കണ്ട് അവരിൽ നിന്നൊക്കെ ഹദീസ് പകർത്തി. മദീനയിൽ ചെന്നു, അവിടെയുള്ള ആലിമീങ്ങളൊക്കെ കണ്ട് അവരിൽ നിന്ന് അറിവ് പകർത്തി. അതിനിടക്ക് ഊഫയിലും ബാഗ്ദാദിലും പലയിടങ്ങളിലും സഞ്ചരിച്ച് അവിടെയൊക്കെയുള്ള ആളുകളെ കണ്ടു. മദീനയിൽ വെച്ച് 16-ാമത്തെ വയസ്സിൽ നിലാവ് വെളിച്ചത്തിൽ രാത്രിയിൽ റൗളയുടെ മുറ്റത്ത് വെച്ചുകൊണ്ടാണ് ആദ്യത്തെ രചന ആരംഭിക്കുന്നത്. അങ്ങനെ ഉലമാ ത്യാഗം സഹിച്ചു. വാഹനങ്ങളില്ലാത്ത കാലത്ത് നടന്നും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും പുഴ കടന്ന് നീന്തിയും ഒക്കെ സഞ്ചരിച്ചിട്ടാണ് അവർ അറിവ് പഠിക്കാൻ പോയിട്ടുള്ളത്, അറിവ് പഠിപ്പിക്കാൻ പോയത്. ഞാൻ ഇന്ന് വരുമ്പോൾ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. 11-ാം നൂറ്റാണ്ടിൽ, ഹിജറ 11-ാം നൂറ്റാണ്ടിലെ സൗദി അറേബ്യയുടെ അഥവാ ഹിജാസിന്റെ സ്ഥിതിഗതികൾ എന്തായിരുന്നു എന്ന് ഒരു പണ്ഡിതൻ വിശദമായി പഠിച്ചെഴുതിയിട്ടുണ്ട്. MIB ജനിക്കുന്നതിന് മുമ്പ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അക്കാലഘട്ടത്തിലെ ആ നാടിന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന്. അന്ന് വിജ്ഞാനത്തിന്റെ വലിയ കേന്ദ്രമായിരുന്നു അത്. പിന്നീട് അവര് വന്നു, ഈ അറിവുകളെല്ലാം മുറിച്ചു മാറ്റി. ഇപ്പൊ സൗദി അറേബ്യയിൽ ചെന്നാൽ സൗദി അറേബ്യയിലെ വലിയ പണ്ഡിതന്മാരുടെയൊക്കെ സനത് പരിശോധിച്ചാൽ അവരുടെ ഹദീസിന്റെ സനതുകൾ ഇന്ത്യയിൽ നിന്ന് പോയതാ. ഇന്ത്യക്കാരായ ആലിമ്യങ്ങൾ അവിടെ ഉണ്ടാകും. മദീനയിൽ നിന്ന് വരുന്ന ഹദീസിന്റെ സനത് ഇന്ത്യയിൽ മുളക്കുവോ? ഇല്ല. നേരത്തെ വാങ്ങിയ സനതുകളുള്ള ആളുകൾ ഇന്ത്യയിൽ അതിനെ ജീവിപ്പിച്ചപ്പോൾ തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. പിൽക്കാലത്ത് അറിവ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ബോധം അവർക്കുണ്ടായപ്പോഴാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും സുന്നികളായ ആലിമീങ്ങളെ കൊണ്ടുവന്ന് മദീന യൂണിവേഴ്സിറ്റിയിലും മറ്റുമൊക്കെ ഹദീസും ഫിഖ്ഹും ഒക്കെ പഠിപ്പിക്കാൻ സുന്നികളായ ആലിമീങ്ങളെ കൊണ്ടുവന്നു. കാരണം ഇവരുടെ അഖീദ നോക്കിയാൽ ശരിയാവൂല, അറിവ് അവരുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് വന്ന് പഠിപ്പിക്കുകയാണ് സൗദികൾ ചെയ്തിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് 1-2 വർഷം മുമ്പ് മരിച്ചുപോയ ആലിം മുല്ല ഖാത്തിർ, അദ്ദേഹം വലിയ സുന്നി പണ്ഡിതനായിരുന്നു. 160 പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സൗദിയിലെ ഇവരുടെ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. അതുപോലെ ഇന്നും ജീവിച്ചിരിപ്പുള്ള ഒരുപാട് ആലിമീങ്ങളുണ്ട്. അറിവ് അന്ന് മസ്ജിദുകളിലൂടെ ദർസുകളിലൂടെ പഠിച്ച ആളുകളിലാണ് ഉണ്ടായിരുന്നത്. ഇന്നും സൗദി അറേബ്യയിൽ മക്കത്തുള്ള ഒരു സ്ഥാപനമുണ്ട്, സൗലത്തിയ എന്ന് പറയുന്നൊരു മദ്രസ. നേരത്തെ ഹറമിന്റെ മുന്നിൽ തന്നെ ആ ജബൽ ഉമറിന്റെ ഭാഗത്തായിരുന്നു. പിന്നീട് അതൊക്കെ പൊളിച്ചപ്പോൾ മാറ്റി ഇപ്പം മറ്റൊരു സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ നടക്കുന്നുണ്ട്. ഇനി എത്ര കാലം നടക്കും എന്ന് നടത്തുന്നവർക്ക് തന്നെ ആശങ്കയുണ്ട്. ഇന്ത്യക്കാരിയായ UP-യിൽ നിന്നുള്ള സൗലത്തിയ ബീഗം എന്ന് പറഞ്ഞ ഒരു സഹോദരിയാണ് മക്കയിലെ ആ മദ്രസ ഉണ്ടാക്കിയിരുന്നത്. മഹാനായ മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ ആ മദ്രസയിൽ പഠിച്ചതാ. മക്കയിൽ നിന്നുള്ള ഒരുവിധം വലിയ ആലിമ്യങ്ങളെല്ലാം ആ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചത് മക്ക മദീന ഹറമില് ഇൽമ് പഠിപ്പിക്കുന്നതിനും അവിടുത്തെ ഹാജിമാർക്കും അതുപോലെ അവിടെ വരുന്ന മുതഅല്ലിമീങ്ങൾക്കും വേണ്ടി ഇന്ത്യയിൽ നിന്ന് 1347 നമ്മുടെ കർണാടകയുടെ ഉത്തര കർണാടകയുടെ ഭാഗത്ത് ബാമിനി സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ അലാഉദ്ദീൻ ഹസൻ ബഹ്മൻ ഷാ അദ്ദേഹം മക്കയിൽ ഒരു റിബാത്ത് സ്ഥാപിച്ചിരുന്നു.
അവിടെ താമസിക്കുന്ന പണ്ഡിതന്മാർക്ക് സൗകര്യമൊരുക്കുകയും അവർക്ക് വേണ്ടി വഖഫ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ സുൽത്താൻ അഹമ്മദ് ഷാ ബഹ്മിനി, അദ്ദേഹം മക്കയിൽ ഒരു സാവിയ സ്ഥാപിക്കുകയും വിദ്യാഭ്യാസത്തിന് സഹായിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കും പണ്ഡിതന്മാർക്കും വേണ്ടി സാമ്പത്തിക പിന്തുണ നൽകി. സുൽത്താൻ മുളഫർ ഷാ രണ്ടാമൻ എന്ന് പറയുന്ന ഗുജറാത്തിൽ നിന്നുള്ള രാജാവ്, ഗുജറാത്ത് നിങ്ങൾക്കറിയുമോ? അഹമ്മദാബാദിൽ ഒരു കാലത്ത് 400 മദ്രസയുണ്ടായിരുന്നു. മദ്രസ എന്ന് പറയുമ്പോൾ നമ്മളെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന മദ്രസയല്ലേ, വലിയ ദർസിനെ കുറിച്ചാണ് ഈ മദ്രസ എന്ന് പ്രയോഗിക്കുന്നത്. ജാമിയ സഅദിയ മദ്രസ, മർക്കസ് സഖാഫത്ത് സുന്നിയ മദ്രസ, അങ്ങനെയാണ്. യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ് അക്കാലത്ത് മദ്രസകൾ എന്ന് പറയുന്നത്. സുൽത്താൻ മുളഫർ ഷാ എന്ന് പറയുന്ന ഗുജറാത്തിലെ രാജാവ് മക്കയിൽ ഒരു സേവന കേന്ദ്രം തന്നെ സ്ഥാപിച്ചു. ആശുപത്രിയും മദ്രസയും ഹാജിമാർക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ സംവിധാനവും ഒക്കെ ഉണ്ടാക്കി. ഉലമാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി വഖഫ് സ്വത്തുകൾ ഉണ്ടാക്കി. അദ്ദേഹം സ്വന്തം കൈകൊണ്ട് എഴുതിയ ഖുർആൻ മക്കയിലേക്കും മദീനയിലേക്കും അയച്ചു കൊടുക്കുമായിരുന്നു. ഹിജാസിലേക്ക് ഇന്ത്യയിൽ നിന്ന് സ്ഥിരമായി ധനസഹായം കൊടുത്തിരുന്നു. അക്ബർ രാജാവിൻ്റെതൊഴിച്ച് എല്ലാ മുഗൾ രാജാക്കന്മാരും വലിയ സമ്പത്താണ് മക്കയിലും മദീനയിലും ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തയച്ചിരുന്നത് എന്ന് കാണാം. സുൽത്താൻ മഹ്മൂദ് ഷാ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഭരണാധികാരി ഗന്ധാറ എന്ന് പറയുന്നൊരു തുറമുഖം അത് ഹറമൈനിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അങ്ങ് വഖഫ് ചെയ്തു. അതിൻ്റെ വരുമാനം മുഴുവനും അങ്ങോട്ട് അയച്ചു കൊടുത്തു. വർഷം തോറും ഗുജറാത്തിലെ സുൽത്താൻമാര് സ്വർണം അയച്ചു കൊടുക്കും. ചിലർ വസ്ത്രത്തിന്റെ വലിയ കെട്ടുകൾ അയച്ചു കൊടുക്കും. അത് ജിദ്ദയിൽ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ മക്കയിലെയും മദീനയിലും പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയും അവിടുത്തെ ഉസ്താദുമാർക്ക് വേണ്ടിയും. മുഗൾ രാജാക്കന്മാർ പലരും ഹറമൈനിയിലെ സാവിയകളിലുള്ള സൂഫികൾക്ക് സ്ഥിരമായി മാസത്തിൽ പൈസ അയച്ചു കൊടുത്തിരുന്നു. ഇവർക്ക് വേണ്ടി അവിടെ തവാഫ് ചെയ്യുകയും ദിക്ർ ചൊല്ലുകയും ചെയ്ത് രാജാക്കന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയായിരുന്നു അവര് ഇത് ചെയ്തിരുന്നത്. അങ്ങനെ രാജാക്കന്മാരും കച്ചവടക്കാരും സമ്പന്നന്മാരുമായ ആളുകൾ മുതഅല്ലിമീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിച്ചൊരു യാസീൻ ഓദിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ ആ ദർസുകൾ നടന്നു പോരുന്നു. അങ്ങനെയുള്ള സാമ്പത്തിക സഹായങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഒഴുകിയിട്ടുണ്ട്. ഔറംഗസീബിൻ്റെ ശേഷം പിന്നീട് ഈ ദാനം നിന്നപ്പോഴ് സൗദി അറേബ്യയിലെ മതപഠനത്തിൻ്റെ സൗകര്യങ്ങൾ കുറയുകയും അവിടെ ഇൽമിൻ്റെ വെളിച്ചം കുറയുകയും ചെയ്തു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടുന്ന് ഈ രാജാക്കന്മാർ ചിലപ്പോൾ സംഭാവന കൊടുക്കാത്ത വലിയ മുതലാളിമാരൊക്കെ മക്കയിലേക്ക് നാട് കടത്തുമായിരുന്നു പോലെ. നാട് കടത്തിയാൽ പിന്നെ അവിടെ ചെന്നിട്ട് കച്ചവടം ചെയ്യുമല്ലോ. അപ്പം ആ നാട്ടിലെ ആളുകൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടുമല്ലോ. അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് വലിയ സമ്പന്നരായ ആളുകളെയും അറിവുള്ള ആളുകളെയും നാട് കടത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയും. അമേരിക്കയിലും മെക്സിക്കോയിലും സുരിനാമിലും ബ്രസീലിലും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ന് എവിടെ ചെന്നാലും ഒരു ഇസ്ലാമിക കേന്ദ്രം കാണാം, മതപാഠശാലകൾ കാണാം. ഇന്ന് നമ്മുടെ നാട്ടിനേക്കാൾ ഏറെ നഹ്വും സർഫും മന്തിഖും ഇൽമുൽ കലാമും ഒക്കെ പഠിക്കുന്ന, ഫിഖ്ഹ് നന്നായി പഠിക്കുന്ന ആലിമീങ്ങളെ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കുറഞ്ഞുപോയി. പാകിസ്ഥാനിലൊക്കെ കുട്ടികൾ അവർ ബസ്സിൽ പോകുമ്പോൾ പോക്കറ്റിലൊരു കിതാബുണ്ടാകും. അൽഫിയത്ത് ഇബ്നു മാലിക്, തഹ്ദീബ്, അതുപോലെ ഇമാം തഫ്താസാനിയുടെ തൽഖീസ്, ഇങ്ങനെ ഓരോ ഫന്നിലും ഒരു മത്തിന് മാത്രം എഴുതി പോക്കറ്റിലിടും. അത് മനഃപ്പാടമാക്കിയിട്ട് വന്ന് ഉസ്താദുമാർക്ക് ചൊല്ലിക്കൊടുക്കും. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. അമ്പുറന്തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞില്ലേ, നഫായിസുദ്ദുറരി കിതാബുൽ അദ്കിയ ജൗഹറത്തുത് തൗഹീദി റിസ്ഖുൽ അസ്ഫിയ ഹാദിസ് സലാസതു ഹിഫ്ളുഹാ ഫിൽ ബാലി
ഹത്താ യസൂലൽ ഇംഗ്ലീസുൽ ഗാലി. ഇംഗ്ലീഷുകാരൻ പോകുന്നവരെ ഇതൊക്കെ ഇവിടെ ഉണ്ടാകും, പിന്നെ ഇത് താഴോട്ടിറങ്ങും എന്നൊരു സമയം വെച്ചുകൊണ്ട് പറഞ്ഞു. അദ്കിയയും അഖീദയും ഫിഖ്ഹും തസവൂഫും 3 കിതാബ് മനപ്പാടമാക്കുന്ന രീതി ഈ നാട്ടിലുള്ള ആളുകൾക്കുണ്ടായിരുന്നു. അൽഫിയ മനപ്പാടമാക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ സമീപകാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ലെന്ന് പറഞ്ഞുകൂടാ എന്നേ ഉള്ളൂ. മോറിത്താനിയക്കാരെ പറ്റി പറയും, ശങ്കീത്തികൾ. അവർ ഖുർആനിൽ ഒരു ആയത്ത് 1600 പ്രാവശ്യം ഓതുമ്പോൾ ഒരായത്ത്, അങ്ങനെയാണ് അവർ ഹിഫ്ള് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഹിഫ്ളുള്ള ആളുകൾ. അങ്ങനെ മതപാഠശാലകൾ ഓരോ രാജ്യങ്ങളിലും സ്ഥാപിച്ചു. ഇന്ത്യയിൽ ഡൽഹിയിലൊരു മദ്രസയുണ്ട്, ഖുവ്വത്തുൽ ഇസ്ലാം എന്നാണ് അതിൻ്റെ പേര്. അതിന് വലിയൊരു മുനാരുണ്ട്, കുത്തുബ് മിനാർ എന്നാണ് അതിൻ്റെ പേര്. കുത്തുബ് മിനാർ എന്ന് പറഞ്ഞാൽ ഒരു മുനാരമല്ല, അതൊരു മദ്രസയാണ്. ശംസുദ്ദീൻ ഇൽത്തുമിഷും കുത്തുബുദ്ദീൻ ഐബക്കും 2 രാജാക്കന്മാര് അവരുടെ ആത്മീയ ഗുരുവായിരുന്ന ബഖ്തിയാർ കാക്കി റഹ്മത്തുള്ളാഹി അലൈഹി, കുത്തുബുദ്ദീൻ ബഖ്തിയാർ കാക്കിയുടെ പേരിൽ ഉണ്ടാക്കിയതാണ് ആ മുനാരം, കുത്തുബ് മിനാർ. ഹൈദരാബാദിന്റെ നഗരമധ്യത്തിൽ ചാർ മിനാർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്. അതൊരു മദ്രസയായിരുന്നു. ഇപ്പൊ ഈ സമീപകാലം വരെയും നിസാമിയയിലെ അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്ന ഷെയ്ഖ് അല്ലാമ അബ്ദുള്ള ഖുറൈഷി, അദ്ദേഹം അവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഖുർആൻ ക്ലാസ് നടത്താറുണ്ടായിരുന്നു. ഗോൽക്കൊണ്ട മദ്രസയായിരുന്നു. ഡൽഹിയിൽ ചെന്നാൽ ഇപ്പോഴും നമുക്ക് കാണാം, നമ്മുടെ നിസാമുദ്ദീനിലേക്ക് ബസ് കയറിയാൽ വൈക്കുന്ന ഒരു ക്ലീനർ ഇങ്ങനെ വിളിച്ചു പറയും, മദ്രസ. ഇതൊരു സ്റ്റോപ്പിന്റെ പേരാ. സഫ്ദർജംഗ് മദ്രസ എന്ന് പറയുന്ന വലിയ ഒരു മദ്രസ. ഹുമയൂൺ ടോംബ് മദ്രസയായിരുന്നു. താജ്മഹലിനോട് ചേർന്നുകൊണ്ടിട്ട് കോംപ്ലക്സിനകത്ത് ധാരാളം മദ്രസകൾ ഉണ്ടായിരുന്നു. കർണാടകയിലെ ബീദറിൽ മുഹമ്മദ് ഗവാർ റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടാക്കിയൊരു മദ്രസ, അതാണ് ആദ്യത്തെ മദ്രസ. ഇങ്ങനെ ആലിമീങ്ങൾ ഓരോ നാട്ടിലും സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ, അതിനുവേണ്ടി സമ്പന്നന്മാർ കൊടുത്തിട്ടുള്ള വഖഫ്, തെങ്ങിൻ തോട്ടങ്ങളും അതുപോലെ വാടക കെട്ടിടങ്ങളും അതുപോലെ മറ്റു തല വരുമാനത്തിനുള്ള പല മാർഗങ്ങളും കൊടുത്ത് ഇത് രണ്ടും ഉണ്ടായപ്പോൾ ദീൻ നന്നായി മുന്നോട്ട് പോയി. ഇന്ന് ദീനിനെ തകർക്കണം എന്നാഗ്രഹിക്കുന്നവര് ലോകത്ത് മുന്നോട്ട് വെച്ച 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ. ഒന്ന്, വഖഫ് ഇല്ലാതാക്കുക. കാരണം ഈ വഖഫ് ഉണ്ടാകുമ്പോൾ സ്ഥാപനങ്ങൾ നടന്നു പോകും, അറിവ് പഠിച്ചുകൊണ്ടേയിരിക്കും. അറിവുള്ളൊരു സമൂഹത്തെ ആർക്കും നശിപ്പിക്കാൻ കഴിയുകയില്ല. അറിവ് മനുഷ്യന്റെ മനസ്സിലാണ് ഉണ്ടാവുക. പിന്നീട് ഇപ്പൊ ലോകത്ത് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണ്? അറിവ് മുഴുവനും സ്മാർട്ട് ഫോണിലും ലാപ്ടോപ്പിലും യന്ത്രങ്ങൾക്കുള്ളിലാക്കി മാറ്റിക്കഴിഞ്ഞു. നമ്മുടെ തലയിൽ ഒരറിവും ഇല്ലാതാക്കി. ഇപ്പൊ എന്ത് വലിയ മസല ചോദിച്ചാലും ഗൂഗിൾ ഷെരീഫിനോട് ചോദിച്ചാൽ കിട്ടും. അവ മുത്തഅല്ലിമീങ്ങൾ ഓതിപ്പിടിക്കൂല, അലിമീങ്ങൾ കിതാബ് നോക്കേണ്ടതില്ല, എല്ലാം അതിൽ കുത്തി നിറച്ച് പിന്നെ തോന്നിയ ആശയങ്ങൾ അതിലൂടെ ഇട്ടുകൊടുക്കും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൽമി മഇ ഹൈസുമാ യമ്മംതു യൻഫഉനി നഫ്സി വിആഉ ലഹു ലബത്നു സുന്ദൂഖി ഇൻ കുന്തു ഫിൽ ബൈതി കാനൽ ഇൽമു ഫീഹി മഇ ഔ കുന്തു ഫിസ്സൂഖി കാനൽ ഇൽമു ഫിസ്സൂഖി. എൻ്റെ അറിവ് എൻ്റെ ഹൃദയത്തിലാണ്. ഞാൻ വീട്ടിലാണോ അറിവ് അവിടെ ഉണ്ടാകും, ഞാൻ അങ്ങാടിയിലാണോ അറിവ് അവിടെ ഉണ്ടാകും, ലാപ്ടോപ്പിലല്ല പെട്ടിക്കകത്തും അല്ല എന്ന് പറഞ്ഞു. ഇന്ന് ഇത് ഇല്ലാതാക്കാൻ വേണ്ടി ഈ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യന്റെ അറിവിനെ ശുഷ്കമാക്കി കളഞ്ഞു. അത്തരം കാലഘട്ടത്തിൽ എത്ര കണ്ട് നമുക്ക് പഴയ രീതിയിൽ അറിവ് സൂക്ഷിച്ചു പോകാനും പഠിപ്പിക്കാനും പകർത്താനും സാധിക്കുമോ അവിടെ മാത്രമേ ദീൻ നിലനിൽക്കുകയുള്ളൂ. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ളത് വിശുദ്ധ ഇസ്ലാമാണ്. ബീബി ആയിഷ റളിയല്ലാഹു അൻഹായെ പോലെ
അറിവുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഫിഖ്ഹിൽ മാത്രമല്ല, ഹദീസിൽ മാത്രമല്ല, അറബി സാഹിത്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ എങ്ങാനും സംസാരിക്കുകയാണെങ്കിൽ എന്ത് വിഷയത്തിനും ഒരു കവിത ഉദ്ധരിക്കുമായിരുന്നു. പൊതുവിഷയങ്ങൾ, ജനറൽ കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിച്ചാൽ അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ നല്ല വ്യക്തമായ അഭിപ്രായം പറയുമായിരുന്നു. വൈദ്യത്തിൽ, മെഡിസിനിൽ വലിയ അവഗാഹമായിരുന്നു ബീബി ആയിഷ റളിയല്ലാഹു അൻഹാക്ക്. അങ്ങനെ ഒരു വനിതാ സമൂഹം, അറിവ് നേടിയ വലിയ സമൂഹം ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് പഠിപ്പിക്കുകയാണെങ്കിലും ആൺകുട്ടികൾക്ക് പഠിപ്പിക്കുകയാണെങ്കിലും രക്ഷിതാക്കന്മാർക്ക് പണം കൂടുന്നതിനനുസരിച്ച് എന്താ പഠിപ്പിക്കേണ്ടത് എന്നൊന്നുമില്ല. എൻ്റെ മകള് ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത്, എന്താ? ഡാറ്റ സയൻസ്. മകൻ പഠിക്കുന്നത് ലണ്ടനിലാണ്, അവൻ സ്പേസ് നാനോ ടെക്നോളജി. എന്തിനാ പഠിക്കുന്നത്? ഇത് കഴിഞ്ഞാൽ ജോലി കിട്ടും. എവിടെ കിട്ടും? അമേരിക്കയിൽ. എന്നിട്ടോ നല്ല ശമ്പളം കിട്ടും. എന്നിട്ടോ അവിടെ നല്ലൊരു ഫ്ലാറ്റും നല്ലൊരു കാറും. ഖലാസ്. ഇതിനാണോ ജീവിക്കുന്നത്? മാതാപിതാക്കളോടൊത്ത്, കുടുംബത്തോടൊത്ത് ജീവിച്ച് നാടിന് നന്മ ചെയ്യാൻ പറ്റുന്ന അറിവുകൾ, അപ്പൊ എന്താണോ ആവശ്യം എന്നു നോക്കിയിട്ട് ആ അറിവുകളാണല്ലോ നേടേണ്ടത്. وتعلمن علما يصحح طاعة وعقيدة ومزكي القلب اسقلا. ഫിഖ്ഹും അഖീദയും തസ്കിയത്തുൽ ഖൽബും എല്ലാവരും പഠിക്കണം. ഹാദി സലാസത്തു ഫർളു ഐനിൻ, ഇതെല്ലാവരും പഠിക്കേണ്ടതാണ്. വഅമൽ ബിഹാ തഹ്സുൽ നജാതം ഫഅതില. എന്നാൽ ആശാരിപ്പണി, കൊല്ലപ്പണി, കെട്ടിട നിർമ്മാണത്തിൻ്റെ അങ്ങനെ തുടങ്ങിയിട്ട് മെഡിസിനും എഞ്ചിനീയറിങ്ങും ലോയും അക്കൗണ്ടൻസിയും ഡാറ്റാ സയൻസും അനലൈസിസും അങ്ങനെ തുടങ്ങിയിട്ട് അതെല്ലാം ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന് എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ ആവശ്യത്തിന് മാത്രം പഠിക്കണം. നാട്ടിൽ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് പഠിക്കണം, ഇല്ലെങ്കിൽ അത് നിർത്തണം. നമ്മുടെ നാട്ടിൽ ഡ്രാഫ്റ്റ്മാൻ പഠിക്കാൻ തുടങ്ങിയ എല്ലാവരും അതങ്ങ് പഠിക്കും, പിന്നെ അത് ആവശ്യമില്ലാതാകും. പിന്നെ ഫാർമസി, അപ്പം എല്ലാവരും അത് പഠിക്കാൻ പോകും, പിന്നെ അത് ആവശ്യമില്ലാതാകും. അപ്പം ആവശ്യമുള്ളത് നോക്കി പഠിക്കുക. പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവസരമുണ്ടാകണം, ആൺകുട്ടികൾക്ക് പഠിക്കാൻ അവസരമുണ്ടാകണം. അങ്ങനെ എല്ലാവർക്കും പഠിച്ചു വരാൻ പറ്റിയ സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിൽ ധാരാളമായി ഉണ്ടായിത്തീരണം. മഹാനായ സി ഉസ്താദ്, MA ഉസ്താദ് അവരുടെ ആശീർവാദപ്രകാരം, അവരുടെ നിർദ്ദേശപ്രകാരം ഈ സ്ഥാപനം പടുത്തുയർത്തിയെങ്കിൽ അതിൻ്റെ ഫലം അവർ ഇന്ന് പരലോകത്ത് അനുഭവിക്കുന്നുണ്ടാകണം. അല്ലാഹു അവരുടെ ദർജകളിലേറ്റി കൊടുക്കട്ടെ, ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ, വലിയ ദർജകൾ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ മഹാന്മാർ അവരെല്ലാം അല്ലാഹു ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. താജുൽ ഉലമയുടെയും ളിയാഉൽ മുസ്തഫ തങ്ങളുടെയും മഹാനായ ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെയും അങ്ങനെ ഒരുപാട് മഹാന്മാർ നമ്മോട് വിട പറഞ്ഞവർ എല്ലാം ഈ നാട്ടിൽ ഓരോ ആണിക്കല്ലുകൾ ഉണ്ടാക്കിയിട്ട് അടയാളങ്ങൾ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് മുന്നോട്ട് കൊണ്ടുപോകാനും വളർത്താനും കച്ചവടക്കാരായ ആളുകൾ നമുക്ക് സാധിക്കണം. സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുക്കണം, മറ്റുള്ളവരോട് വാങ്ങിക്കൊടുക്കണം, മറ്റ് സഹായങ്ങളിൽ എത്തിച്ചു കൊടുക്കണം. അപ്പം ഈ കാണുന്ന ഒരുപാട് മുഖങ്ങൾ, വേദിയിലിരിക്കുന്ന ഒരുപാട് ആളുകൾ, ജനപ്രതിനിധികളും സാമൂഹ്യ മണ്ഡലങ്ങളിലുള്ളവരും കച്ചവടക്കാരുമായ ആളുകൾ, അവരെല്ലാം ഒന്നിച്ചു പ്രവർത്തിച്ചപ്പോഴാണ് ഈ സ്ഥാപനം ഉണ്ടായത്. മലേഷ്യയിലെ എലോസ്റ്റാറിൽ ചെന്ന സമയത്ത് അവിടെ മമ്മിച്ച റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡ് എനിക്ക് കാണാൻ കഴിഞ്ഞു. മമ്മിച്ച റോഡ് കണ്ണൂർക്കാരത് ഉണ്ടാവില്ലല്ലോ, അത് കാസർഗോട്ടുകാരനാണ്. അദ്ദേഹം ആ നാട്ടിൽ ചെന്ന് പ്രവർത്തിച്ചത് കൊണ്ട് ഗവൺമെൻറ് തന്നെ അവിടുത്തെ റോഡിന് മമ്മിച്ച റോഡ് എന്ന് പേര് കൊടുത്തു. മഹാനായ നൂറുൽ ഉലമായുടെ ചരിത്രത്തിൽ പടന്നയിലുണ്ടായിരുന്ന കാലത്ത് അവിടുന്ന് മലേഷ്യയിലേക്കും മറ്റും സഞ്ചരിച്ചിരുന്ന കച്ചവടക്കാരെ ഒരുമിച്ച് കൂട്ടിയതും അവരുടെ ആ സാമ്പത്തിക സഹായങ്ങളെ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയതുമായ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോ പണക്കാരായ ആളുകളും കച്ചവടക്കാരായ ആളുകളും കൂടെ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്
നിങ്ങളുടെ സമ്പത്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ അനന്തരാവകാശികളുടെ സമ്പത്താണോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമ്പത്താണോ അല്ലെ വാരിസ്യങ്ങളുടെ സമ്പത്താണോ? ആരുടെ സമ്പത്താണ് ഇഷ്ടപ്പെടുക? അത് നമുക്ക് സമ്പത്തുണ്ടാകുമ്പോൾ അത് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. എങ്കിൽ വമാ ഖദ്ദംതും മാലുക്കും വമാ അഖർതും മാലു വാരിസിക്കും, നിങ്ങൾ സമർപ്പിച്ചു പോയത് അത് നിങ്ങളുടെ സ്വത്താണ്, നിങ്ങൾ ബാക്കി വെച്ചത് അത് അനന്തരാവകാശികളുടെ സ്വത്താണ്. അതുകൊണ്ട് നിങ്ങൾ ചെലവഴിക്കുന്നത് നിങ്ങൾക്കുള്ളതാണ്. പഴയ കാലത്തുള്ള ആളുകളൊക്കെ അതുകൊണ്ടാണ് സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന്, ഭൂമിയുള്ളവര് എന്തെങ്കിലും ഒരു ഭൂമിയുടെ കഷ്ണം വഖഫ് ചെയ്യാതെ മരിക്കില്ലായിരുന്നു. ഇന്നിപ്പോൾ ആരുടെ കയ്യിലും ഉണ്ടാവില്ല. 10 സെന്റോ 5 സെന്റോ 2 സെന്റോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. എങ്കിൽ കച്ചവടം 10 മോളുള്ള ആൾ ഒരു മോള് വഖഫ് ചെയ്തിട്ട് പോവുക. 10 ഷോപ്പ് റൂമുകളുള്ള ആൾ ഒരു ഷോപ്പ് സ്ഥാപനങ്ങൾക്ക് വഖഫ് ചെയ്യുക. ഇനി നമ്മൾ അങ്ങനെ വഖഫ് ചെയ്തു പോയാൽ നടത്താനൊന്നും സ്ഥാപനക്കാർക്ക് കഴിയില്ല. എങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ 2% ഇന്ന സ്ഥാപനത്തിന്, വളരുമ്പോൾ 10% സ്ഥാപനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ച് നമ്മൾ തന്നെ കച്ചവടം ചെയ്ത് 10% ലാഭം എടുത്തിട്ട് സ്ഥാപനത്തിന് കൊടുക്കുക. എൻ്റെ വക സ്വതക്കയല്ല, ഇത് പണ്ട് ഞാൻ ചേർത്ത് കഴിഞ്ഞതാണ്, ഇപ്പൊ സ്ഥാപനത്തിന്റെ മുതലാ. പുനൂരിലെ മർക്കസ് ഗാർഡൻ മദീനത്തുന്നൂറിന് അവിടെ ഒരു ഹാജി ഉണ്ടായിരുന്നു, കൊയാലി ഹാജി. അദ്ദേഹത്തിന് 12 ഏക്കർ ഭൂമിയുണ്ട്. 1 ഏക്കർ സ്ഥാപനത്തിന് വേണ്ടി തന്നു. ഒരു മലയുടെ മുകളിലാ. കാണാൻ വേണ്ടി 2 പ്രാവശ്യം നമ്മൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം മാസത്തിലും പോയിട്ട് തേങ്ങ വലിച്ച് പൊളിച്ച് വിറ്റ് ക്യാഷാക്കിയിട്ട് സ്ഥാപനത്തിൽ കൊണ്ടുതരും. ചിലപ്പോൾ കൊല വെട്ടിയിട്ട് ജീപ്പിൽ വെച്ച് അദ്ദേഹം കൊണ്ടുതരും. അങ്ങനെ ഭൂമിയും തന്നു, പിന്നീട് അത് സർവീസും ചെയ്യും. അദ്ദേഹം മരണപ്പെട്ടു പോയി, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ സമ്പത്തിൽ നിന്നുള്ളൊരു വിഹിതം ദീനീ സ്ഥാപനങ്ങളുടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് പൂർവീകരായ ആളുകൾ മാറ്റിവെച്ചതുപോലെ നാം മാറ്റിവെക്കാത്തിടത്തോളം ഇനി ദീൻ വളരുകയില്ല. അപ്പൊ അന്ന് ഭൂമിയായിരുന്നുവെങ്കിൽ, ഇന്ന് കച്ചവടമാണെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ, ഇന്നിപ്പോൾ അതൊക്കെ മാറി. ഇന്ന് ഇൻടാൻജിബിൾ ബിസിനസ്സാണ്. ഇൻടാൻജിബിൾ, കാണാത്ത വസ്തുക്കളാണ് ഇന്ന് കച്ചവടം ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കച്ചവടം ചെയ്ത് അതിന് മില്യൺ കണക്കിന് വിലയുണ്ടാകും. അതിന് പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. എവിടെയെന്ന് ചോദിച്ചാൽ കാണാനൊന്നും ഉണ്ടാവില്ല. അത് യന്ത്രം തുറന്നാൽ മാത്രം കാണാം. അതിലും സ്ഥാപനങ്ങൾക്ക് ഷെയർ കൊടുക്കാമല്ലോ. നമ്മുടെ സമ്പത്തിൽ നിന്നുള്ളൊരു വിഹിതം മാറ്റിവെച്ചിട്ടല്ലാതെ ഒരിക്കലും നമുക്ക് ഈ നാടിൻ്റെ സംസ്കാരം നിലനിർത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മഹത്തുക്കളായ ഉലമാക്കൾ അവർ ചെയ്തിട്ടുള്ള ആ വലിയ സേവനങ്ങളെ ഓർക്കുകയും അതോടൊപ്പം അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന് നാം വളരെ കൂടുതലായി പരിശ്രമിക്കേണ്ടതുണ്ട്. അവരെ ഓർക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവരുടെ ദർജകൾ ഉയർന്നു കിട്ടാൻ വേണ്ടി നാം ദുആ ചെയ്യുന്നു. അതോടൊപ്പം നമുക്കും നമ്മെ അടയാളപ്പെടുത്താൻ, നാം ഇവിടുന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ വകയായി സ്ഥാപനത്തിൻ്റെ ഒരു തൂണ്, അല്ലെങ്കിൽ ഒരു മച്ച്, അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ എൻ്റെ വകയായി അവിടെ ബാക്കിയുണ്ടാകുന്ന രീതിയിൽ സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തെ അല്ലാഹു ഉത്തരോത്തരം വളർത്തുകയും ഇതിനു വേണ്ടി അധ്വാനിച്ച് വിട പറഞ്ഞുപോയ ആളുകളുടെ ഖബറിടം അല്ലാഹു പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല കൂടുതൽ കാരുണ്യം ചൊരിയുകയും ബറക്കാത്തുകൾ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുമാറാവട്ടെ. അധ്വാനിക്കുന്ന ഉലമാക്കളും സാദാത്തുക്കളും പ്രവർത്തകരുമായ ആളുകൾ അല്ലാഹു ബറക്കത്തുകൾ എല്ലാവർക്കും ചെയ്യട്ടെ. കുട്ടികൾക്ക് അല്ലാഹു തആല നല്ല അറിവും കഴിവും നൽകി നല്ല പണ്ഡിതന്മാരും സേവകരുമായി അല്ലാഹു മാറ്റിത്തരട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.